നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. SSLCക്ക് പിന്നാലെ സംസ്ഥാനത്തെ +2 പരീക്ഷകൾക്ക് തുടക്കമായി. ഒല്ലൂക്കര മാതൃകാ കൃഷിഭവൻ മന്ദിരം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലാ രജിസ്ട്രേഡ് നെൽവിത്ത് ഉൽപാദക ഏകോപന സമിതി തൃശൂർ പ്രിൻസിപ്പൽ കൃഷിഭവൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടക്കാഞ്ചേരി മേഖല യുദ്ധവിരുദ്ധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. മലയാളികളുടെ അഭിമാനമായ നടൻ കലാഭവൻ മണി ഓർമ്മയായിട്ട് 10 വർഷം തികയുന്നു. വിശദമായ വാർത്തകളിലേക്ക്. SSLCക്ക് പിന്നാലെ സംസ്ഥാനത്തെ +2 പരീക്ഷകൾക്ക് തുടക്കമായി. രാവിലെ 9:30 പരീക്ഷകൾ ആരംഭിക്കുക. ഫിസിക്സ്, സോഷ്യോളജി, ആന്ത്രോപോളജി വിഷയങ്ങളിലാണ് പരീക്ഷ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അടക്കം 4,79,263 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. 1977 കേന്ദ്രങ്ങൾ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കായി സജ്ജമാക്കിയിട്ടുണ്ട്. മെയ് 22 ഫലപ്രഖ്യാപനം. ഒല്ലൂക്കര മാതൃകാ കൃഷിഭവൻ മന്ദിരം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാറിന്റെ വികസന ഫണ്ടിൽ നിന്നും നിർമ്മിച്ച കെട്ടിടമാണ് ഒല്ലൂക്കര കൃഷിഭവൻ. ചടങ്ങിൽ MLA പി ബാലചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. കാർഷിക വികസന സമിതി അംഗം ഷൈജു ബഷീർ, PS ബാബു, TV അനിൽകുമാർ, ഇക്കോ ഷോപ്പ് പ്രസിഡന്റ് PV ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒല്ലൂക്കര കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ VM രമ്യ സ്വാഗതവും കൃഷി ഓഫീസർ TR അഭിമന്യു നന്ദിയും പറഞ്ഞു. മുൻ MLA കൂടിയായിട്ടുള്ള മുൻ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ VS സുനിൽകുമാറിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു കൃഷിഭവന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമാണിപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും ചേർന്ന് നിർവഹിക്കുന്നത്. ഒല്ലൂക്കര കൃഷിഭവൻ യഥാർത്ഥത്തിലൊരു കോർപ്പറേഷൻ പരിധിയിലെ കൃഷിഭവനാണെങ്കിൽ പോലും നല്ലതുപോലെ ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാവുന്ന ഒരു സംഘം കർഷകരുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കൃഷി ഭവനുകളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നായി ഇത് മാറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ MLA ആയിരിക്കുമ്പോൾ, ചീഫ് വിപ്പ് ഒക്കെ ആയിരിക്കുമ്പോൾ സ്ഥിരമായി 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വരാറുള്ളൊരു കേന്ദ്രമാണ് ഈ കൃഷിഭവൻ. ഒല്ലൂർ കൃഷി സമൃദ്ധിയുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള പരിപാടികളിൽ ഈ കൃഷിഭവന്റെ ശക്തമായിട്ടുള്ളൊരു നേതൃത്വം നമുക്കിടയിലുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിലാണ് അന്നത്തെ കൃഷി മന്ത്രി കൂടിയായിട്ടുള്ള VS സുനിൽകുമാറുമായി കൂടിയാലോചിച്ച് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ് ഈ കേന്ദ്രം നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് എൻ്റെ മണ്ഡലത്തിലെ കൃഷിക്കാർ ധാരാളമുണ്ട്. അവരുടെ കൂടിയാണ് ഈ കൃഷിഭവനെങ്കിലും ഇത് നിൽക്കുന്ന ആസ്തി തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് ആ പണം ചെലവഴിക്കാൻ വേണ്ടി നിശ്ചയിക്കുകയായിരുന്നു. അത് അന്ന് പിന്നെ ആ കാലഘട്ടത്തിൽ നടപ്പിലായില്ല. പിന്നീട് ശ്രീ പി ബാലചന്ദ്രൻ MLA ആയി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൂടി നേതൃത്വത്തിലാണ് ഈ കൃഷിഭവൻ മന്ദിരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുന്നത്. അന്ന് ഈ കൃഷിഭവൻ കൊണ്ടുവരുമ്പോൾ വലിയ ലക്ഷ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് കൃഷിക്കാർക്ക് എല്ലാ സമയവും കേന്ദ്രീകരിക്കാൻ പറ്റുന്ന, മുകളിൽ നല്ല യോഗങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന വിശാലമായിട്ടുള്ള മുറ്റത്തോടു കൂടിയിട്ടുള്ള ഒരു കേന്ദ്രമാകണം. ഇവിടുത്തെ ഇക്കോ ഷോപ്പാണെങ്കിൽ ഒരു കോർപ്പറേഷൻ പരിധിയിലാണ് ഇക്കോ ഷോപ്പെങ്കിലും കർഷകരുടെ ആത്മാർത്ഥതയും കൂട്ടായ്മയും കൊണ്ട് ആ ഇക്കോ ഷോപ്പ് എപ്പോഴും നിറഞ്ഞിരിക്കുന്ന വിഭവങ്ങൾ കൊണ്ട് സമൃദ്ധമായിരുന്ന ഒരു ഇക്കോ ഷോപ്പായിരുന്നു. അന്ന് ഉപയോഗിക്കുന്ന സ്ഥലത്തിൻ്റെ പരിമിതി ഉണ്ടായിരുന്നു. ഇന്ന് ആ പരിമിതികളെല്ലാം മാറി വളരെ സൗകര്യപൂർവ്വം നാടിന് മാതൃകയാകുന്ന വിധത്തിലുള്ള ഒരു കൃഷി ഭവനായി ഇത് മാറി. ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഒല്ലൂർ കൃഷി സമൃദ്ധി എന്ന പ്രോജക്റ്റിൻ്റെ പല ആലോചനകളുടെയും കേന്ദ്രമായി മാറിയിട്ടുണ്ടായിരുന്നത് ഈ കൃഷിഭവനായിരുന്നു. ഇപ്പോൾ ഒല്ലൂർ കൃഷി സമൃദ്ധി ഒരു ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയായി മാറി. അതിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന
ഒരു സംരംഭകശാലയ്ക്ക് തന്നെ ആരംഭം കുറിച്ചു. ഇക്കോ ഷോപ്പുകളായി. കൊല്ലൂർ കൃഷി സമൃദ്ധിയുടെ നേതൃത്വത്തിൽ 2 പച്ചത്തേങ്ങ മേടിക്കുന്ന സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. പാലക്കാട് ജില്ലാ രജിസ്ട്രേഡ് നെൽവിത്ത് ഉൽപാദക ഏകോപന സമിതി തൃശൂർ പ്രിൻസിപ്പൽ കൃഷിഭവൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. നെൽവിത്ത് സംഭരിക്കാത്തതിനാൽ കൊയ്തുവരുന്ന വിത്ത് സൂക്ഷിക്കുവാൻ കഴിയാതെ കർഷകർ ബുദ്ധിമുട്ടിലാകുന്നു. സീഡ് അതോറിറ്റിയിൽ ഉദ്യോഗസ്ഥരുടെ കുറവ് ജോലിയിൽ ബാധിക്കുന്നു. നെൽവിത്തിന്റെ വില നെല്ലിന്റെ വിലയേക്കാൾ 10 രൂപ കൂടുതൽ നൽകണമെന്ന് സർക്കാർ ഉത്തരവ് നിലവിലുള്ളപ്പോൾ 2 രൂപ വർദ്ധിപ്പിച്ചത് എന്തുകൊണ്ട് വിത്ത് കർഷകർക്ക് നൽകുന്നില്ല? ഇത്തവണ കർഷകർക്ക് നൽകിയ വിത്ത് ഗുണമേന്മയില്ലാത്തതും കലർപ്പുള്ളതുമാണ്. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലേക്ക് ഏകോപന സമിതി നടത്തിയ മാർച്ച്. കെ എ വേണുഗോപാൽ, സി മുരളീധരൻ, കെ സഹദേവൻ, മധുസൂദനൻ, സി വിജയൻ, സി പ്രഭാകരൻ, സുരേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മൾ വളരെ സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സമരത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 3 മാസമായി നമ്മൾ മന്ത്രിമാരെ കണ്ടു, ഡയറക്ടറെ കണ്ടു, MLA-മാരെ പലതവണ പോയി കണ്ടു. ഇതിനൊരു പരിഹാരം കാണണം. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ എത്തിക്കരുത്, ഇങ്ങനൊരു സമരത്തിൻ്റെ സാഹചര്യം ഞങ്ങൾ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഗതി കെട്ടു. പാലക്കാട്ട് നിന്നും ഇത്രയും കർഷകർ ഇവിടെ എത്തണമെങ്കിൽ ഒരു വിഷമമൊന്ന് ആലോചിച്ച് നോക്കുക. പാലക്കാട്, കൊല്ലങ്കോട്, നെന്മാറ പല ഭാഗത്തു നിന്നുമായിട്ടാണ് കർഷകർ ഇവിടെ എത്തിയിട്ടുള്ളത്. അതിൻ്റെ പ്രയാസമെങ്കിലും ഈ ഭരണാധികാരികളൊന്ന് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. നമ്മൾ ആവശ്യപ്പെടുന്നത് 2 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇതിന് മുൻപുള്ള ഉത്തരവ് ബഹുമാനപ്പെട്ട സുനിൽകുമാർ മിനിസ്റ്റർ ഇറക്കി തന്ന ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവ് 2 രൂപ വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ഡയറക്ടറെ ബന്ധപ്പെട്ടപ്പോൾ ഡയറക്ടർ ഓഫീസിൽ നിന്ന് കിട്ടിയ വിവരം, നിങ്ങൾ ഇതിനു വേണ്ടി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, നിങ്ങൾ അവിടെ പോയി നിങ്ങളുടെ സ്ഥലമുള്ള MLA-മാരെ കണ്ടൊന്ന് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നെന്മാറയിലെ ബാബു MLA കണ്ടു, ആലത്തൂർ പ്രസേൻ MLA കണ്ടു, തരൂർ PP സുമോദ് MLA കണ്ടു. ഒരു വട്ടമല്ല, പലവട്ടം അവരെ പോയി കണ്ട് നമ്മൾ യാചിക്കുകയാണ് ചെയ്തത്. അവർക്ക് എല്ലാവർക്കും നിവേദനം കൊടുത്തു, ഇതൊന്ന് പരിഹരിച്ചു തരണം. ഞങ്ങൾക്ക് ഉത്തരവുള്ളതാണ്. 2021 ഗവൺമെൻറ് ഉത്തരവിറക്കിയിട്ടുള്ളത്. ആ ഉത്തരവ് നെല്ലിൻ്റെ വില 2 രൂപ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ 2 രൂപ ഇവിടെ വർദ്ധിപ്പിക്കണം. അപ്പം നെല്ലിൻ്റെ വില 28 രൂപയിൽ നിന്ന് കഴിഞ്ഞ നവംബർ മാസത്തിൽ ഗവൺമെൻറ് 30 രൂപയാക്കി വർദ്ധിപ്പിച്ചു. അപ്പോൾ ആ 30 രൂപയുടെ വർധനവ് ഇവിടെ 38 രൂപ ഉണ്ടായിരുന്നത് 40 രൂപയാക്കി തരണമെന്ന് മാത്രമേ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. നമ്മൾ വില വർധനവല്ല ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചെയ്തു തരണം പറഞ്ഞ് ഞങ്ങൾ ഈ MLA-മാരെ കണ്ട് ഞങ്ങൾ മടുത്തു. ഓരോരുത്തരും പറയും ഞങ്ങൾ അവിടെ അവതരിപ്പിക്കാം, നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ അവിടെ സംസാരിക്കാം, നിങ്ങൾ ഇതിനു വേണ്ടി തിരുവനന്തപുരത്ത് വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ഈ മാസങ്ങൾ പോയി. അത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടക്കാഞ്ചേരി മേഖല യുദ്ധവിരുദ്ധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. 2026 മാർച്ച് 5 വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിക്ക് ഓട്ടുപാറ സെന്ററിൽ നിന്നും വടക്കാഞ്ചേരി സെന്ററിലേക്ക് നടന്ന യുദ്ധവിരുദ്ധ റാലിക്ക് മേഖലാ പ്രസിഡന്റ് ഡോക്ടർ സുശീൽ രാഹുൽ, സെക്രട്ടറി EM വിനീത്, ട്രഷറർ രാജു PV, ജോയിന്റ് സെക്രട്ടറി ഗോവിന്ദ്, ജില്ലാ കമ്മിറ്റി അംഗം ബൈജു ഇമേജ്, യൂണിറ്റ് സെക്രട്ടറിമാരായ KP ജോയ്സൺ, മനു രവീന്ദ്രൻ, അജിത് VA തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി പ്രസ് ക്ലബ് പരിസരത്ത് നടന്ന പൊതുസമ്മേളനത്തിൽ പ്രസിഡന്റ് ഡോക്ടർ സുശീൽ രാഹുലിന്റെ അധ്യക്ഷതയിൽ KC ഫ്രാൻസിസ്, T വർഗീസ് തുടങ്ങിയവർ യുദ്ധവിരുദ്ധ സന്ദേശം നൽകിക്കൊണ്ട് സംസാരിച്ചു. സെക്രട്ടറി EM വിനീത് സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി മനു രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു സായാഹ്നത്തിൽ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഒരു യുദ്ധവിരുദ്ധ റാലി നടത്താനാണ്. എന്തുകൊണ്ട് യുദ്ധങ്ങൾ എതിർക്കപ്പെടണം എന്നതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാം. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാനത്തുടനീളം മലയാളികളുടെ അഭിമാനമായ നടൻ കലാഭവൻ മണി ഓർമ്മയായിട്ട് 10 വർഷം തികയുന്നു.
ചാലക്കുടി നഗരത്തിൽ പാവപ്പെട്ട തന്റെ കുടുംബം പുലർത്തുവാൻ ഓട്ടോറിക്ഷ ഓടിച്ചു നടന്ന മണി എന്ന കലാകാരനെ ഇന്നത്തെ അതുല്യ നടനാക്കിയത് കലാഭവൻ എന്ന സംഘടനയാണ്. കലാഭവനിലൂടെ മിമിക്രി അവതരിപ്പിച്ച് സിനിമയിലെത്തിയ മണി മലയാള സിനിമയിലൂടെ അഭിനയത്തിന്റെ കൊടിമുടി കയറി. സിനിമാ പ്രേക്ഷകരെ തന്റെ സ്വതസിദ്ധമായ അഭിനയത്തിലൂടെ ഒരുപാട് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത മണി എന്നും സിനിമാ പ്രേമികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. സിനിമാഭിനയത്തിലൂടെ നാടൻ പാട്ടിലൂടെ ജനഹൃദയങ്ങളിൽ എന്നും തങ്ങി നിൽക്കുന്ന ഓർമ്മകൾ സമ്മാനിച്ച് കടന്നുപോയ വലിയ മനുഷ്യസ്നേഹി എന്ന സ്ഥാനം കൂടിയുണ്ട്. ഇനി കൽപ്പാന്ത കാലത്തോളം അഭിനയത്തിലൂടെ നാടൻ പാട്ടിലൂടെ മണി എന്ന അതുല്യ കലാകാരൻ ജനഹൃദയങ്ങളിൽ ജീവിക്കും. ചാലക്കുടിയിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ MLA സനീഷ് കുമാർ, പ്രിയനന്ദൻ, മുനിസിപ്പൽ ചെയർപേഴ്സൺ, രാഷ്ട്രീയ സിനിമാ പ്രമുഖർ, നാട്ടുകാർ, മണിയുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടിയുടെ പ്രിയപ്പെട്ട കലാകാരൻ കലാഭവൻ മണിച്ചേട്ടൻ ഓർമ്മയായിട്ട് 10 വർഷം പൂർത്തിയാവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ചാലക്കുടിയിൽ നിന്ന് പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നു വന്ന് ചലച്ചിത്ര രംഗത്ത് അതുപോലെ തന്നെ മിമിക്രി കലാരംഗത്തുമൊക്കെ വളരെ സജീവമായി കേരളത്തിലെ ദക്ഷിണേന്ത്യയിലെ മികച്ച ഒരു കലാകാരനായി ഹാസ്യരംഗത്തും അതുപോലെ തന്നെ വില്ലനായും നായകനായും ഒക്കെ അഭിനയിച്ച് ജനമനസ്സുകളിൽ ഇടം നേടിയ മഹാനായ ഒരു കലാകാരൻ. പ്രശസ്തിയുടെയും സമ്പത്തിൻ്റെയും ഒക്കെ അത്യുന്നതിയിൽ നിൽക്കുമ്പോൾ വേദന അനുഭവിക്കുന്ന ആളുകളെ, പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് നിർത്താനായിട്ടുള്ള നല്ല മനസ്സ് കാണിച്ച ഒരു മനുഷ്യസ്നേഹി. ചാലക്കുടിയുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടൻ നമുക്ക് വിട്ടുപിരിഞ്ഞ് 10 വർഷം പൂർത്തിയാവുകയാണ്. അദ്ദേഹത്തിന് ദീപ്തമായ സ്മരണകൾക്ക് മുന്നിൽ ബാഷ്പാഞ്ജലി അർപ്പിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ പോലെ തന്നെയാണ്. മണി എന്ന് പറയുന്ന ഒരാളൊരു നടൻ മാത്രമല്ല, നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരു വെല്ലുവിളികളെ നേരിടാനുള്ള, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മധൈര്യത്തെയൊക്കെ അറിയാതെ പ്രദാനം ചെയ്ത ഒരു വലിയ മനുഷ്യൻ കൂടിയാണ്. അതുതന്നെയാണ് ഈ ഓർമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു മനുഷ്യന് എത്രത്തോളം തൻ്റെ ഉയരങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുമെന്നും ആ വെട്ടിപ്പിടിച്ച ഉയരത്തിൽ നിന്നുകൊണ്ട് തന്നെ ഏറ്റവും സാധാരണമായ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ കഴിയുമെന്നും തെളിയിച്ച അപൂർവം ആളുകളിൽ ഒരാളാണ് മണി എന്ന് പറയുന്നത്. മണ്ണുത്തിയിൽ നിന്നും 240 ഗ്രാം MDMA-യുമായി ഒരാൾ ഡാൻസ് ഓഫ് സ്ക്വാഡിന്റെ പിടിയിൽ. മണ്ണുത്തിയിൽ 240 ഗ്രാം MDMA-യുമായി ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് കറുവട്ട സ്വദേശിയായ പറങ്ങമൂട്ടിൽ തെക്കേതിൽ വീട്ടിൽ ശ്രീജിത്തിനെയാണ് തൃശൂർ സിറ്റി കമ്മീഷണർ നകുൽ ആർ ദേശ്മുഖ് IPS-ന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. 2026 മാർച്ച് 5-ന് രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഷിബുവിന്റെ മേൽനോട്ടത്തിൽ നടത്തിയ രഹസ്യവിവരത്തെ തുടർന്നുള്ള പരിശോധനയിലാണ് ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർ KV വിജിത്തും സംഘവും ചേർന്ന് പ്രതിയെ പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നും തൃശൂർ ജില്ലയിലേക്ക് രാസലഹരി കടത്തി വിൽപ്പന നടത്തുന്നതിനായി എത്തിച്ചതാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. പിടികൂടിയ MDMA-ക്ക് അനധികൃത വിപണിയിൽ ഏകദേശം 10 മുതൽ 12 ലക്ഷം വരെ വില വരുമെന്നാണ് കണക്കാക്കുന്നത്. പ്രതിക്കെതിരെ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ NDPS നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് കൂടുതൽ അന്വേഷണം പുരോഗമിച്ചു വരുന്നു. രാസലഹരി ശൃംഖലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം സംബന്ധിച്ചും അന്വേഷണം തുടരുന്നതാണ്. ഇനിയൊരു ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്
an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയനൈരാശ്യം, കിടക്കയിൽ മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. കർഷകരുടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധ ധർണ UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ മുൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലയിൽ പല സ്ഥലത്തും കൊയ്ത്തു കഴിഞ്ഞു. നെല്ല് സംഭരിക്കുന്നില്ല. ആയതിനാൽ നെല്ല് സംഭരിക്കൽ കാര്യക്ഷമമാക്കുക, നെല്ല് സംഭരിക്കുമ്പോൾ അമിതമായ കിഴിവ് എടുക്കുന്നത് നിർത്തലാക്കുക, കർഷകരെ ചൂഷണം ചെയ്യൽ അവസാനിപ്പിക്കുക, നെല്ല് സംഭരിക്കുമ്പോൾ തന്നെ പണം നൽകുക, വന്യമൃഗശല്യത്തിനെതിരെ ശാശ്വത പരിഹാരം കാണുവാൻ വേണ്ട നടപടി സ്ഥിരീകരിക്കുക, അരണാട്ടുകര നെടുപുഴ കോൾപ്പാടത്തെ KLDC ബണ്ട് പൊട്ടിയത് ഉടനെ കെട്ടിശരിയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. ജില്ലാ സെക്രട്ടറി ഷാജി ചിറ്റിലപ്പള്ളി, സംസ്ഥാന സെക്രട്ടറി ജോയ് മാസ്റ്റർ, KN ഗോവിന്ദൻകുട്ടി, ജോർജ് പന്തലുകാരൻ, ജോസഫ് ഗുരുവായൂർ, TN നമ്പീശൻ, PN വാസുദേവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അവര് നമ്മളെ മുഖത്ത് നോക്കില്ല, അതുകൊണ്ട് കൃഷിക്കാർക്ക് അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ എന്താ ചെയ്തത്, മന്ത്രിമാര് ഒരു 10-16 വണ്ടിയിൽ ഇങ്ങനെ റൗണ്ട് അടിച്ചു. അപ്പോൾ അവർ ആരോ ബാങ്കിൽ പോണത്, ആരോ ബാങ്കിലെ കാര്യം അന്വേഷിക്കുന്നത്, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ
കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളൊന്നും ചെയ്യില്ല, നിങ്ങളവരെ എതിർക്കില്ല. കൃഷിക്കാരങ്ങനെ സജീവമായ രാഷ്ട്രീയത്തിൽ വരില്ല. സാധാരണ എങ്ങനെയാണല്ലോ കൃഷിക്കാർ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക എന്നുള്ളത് കൃഷിക്കാരെന്ന് മാത്രമല്ല. യുദ്ധം ഒരിക്കലും ഒരു പ്രശ്നത്തിന്റെയും സ്ഥിരം പരിഹാരമല്ലെന്നും അത് സാമ്രാജ്യത്വ അജണ്ടയാണെന്നും മനുഷ്യജീവിതങ്ങളെ തകർക്കുകയും ജനതകളെ അഭയാർത്ഥികളാക്കുകയും ലോകസമാധാനത്തെ തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നു മാത്രമാണെന്ന് സംസ്കാര സാഹിത്യ ചെയർമാൻ ഗിന്നസ് സത്താർ ആദൂർ അഭിപ്രായപ്പെട്ടു. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധത്തിന്റെ ഇരുണ്ട നിഴൽ മൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ യുദ്ധവിരുദ്ധ ശബ്ദങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് സ്റ്റോപ്പ് വാർ എന്ന പേരിൽ ലോകസമാധാനത്തിനും മനുഷ്യാവകാശ സംരക്ഷണത്തിനുമായി സംസ്കാര സാഹിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷന് മുൻപിൽ വായുമൂടിക്കെട്ടി അണിനിരന്ന് നടത്തിയ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൺവീനർ അനിൽ സാമ്രാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഭാരവാഹികളായ രാമചന്ദ്രൻ പുതൂർക്കര, ഡോക്ടർ ഷാജു നെല്ലായ്, ശശി വരനാട്ട്, ജയപ്രസാദ് കളത്തിൽ, ജെയ്സൺ മാസ്റ്റർ, ആനന്ദ് അടാട്ട്, ശിവരാജ് ഒല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ PG മത്സ്യഭവൻ കീഴിൽ നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി 2025-26 പദ്ധതിയുടെ ഭാഗമായി തൃശൂർ കോർപ്പറേഷനിലെ പൊതുകുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. പദ്ധതിയുടെ കോർപ്പറേഷൻ തല ഉദ്ഘാടനം മണ്ണുത്തിയിലെ പനഞ്ചകം കുളത്തിൽ തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ 9 പൊതുകുളങ്ങളിലായി ഏകദേശം 2.9 ഹെക്ടർ വിസ്തൃതിയിൽ 21,750 കാർപ്പ് ഇനത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി നിക്ഷേപിച്ചത്. ചടങ്ങിൽ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സീമ സി പദ്ധതി വിശദീകരണം നടത്തി. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ മനോജ് CK, PG മത്സ്യഭവൻ FEO സജ്ഹുസീന തിരുനിലത്ത്, പ്രൊജക്ട് കോർഡിനേറ്റർ സിന്ധു KC, പ്രൊമോട്ടർമാരായ ശ്രീകുമാർ KC, പ്രദീപ് ചന്ദ്രൻ തുടങ്ങിയവരും പ്രദേശവാസികളും ചടങ്ങിൽ സംബന്ധിച്ചു. തദ്ദേശീയമായ ജലാശയങ്ങളെ ഉൽപാദനക്ഷമമാക്കുന്നതിനൊപ്പം ഗുണമേന്മയുള്ള മത്സ്യം നാടിന് ലഭ്യമാക്കുകയുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. തൃശ്ശൂർ കോർപ്പറേഷനും അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പുമായി സംയുക്ത ആഭിമുഖ്യത്തിൽ നമ്മുടെ മത്സ്യ വിത്ത് നിക്ഷേപ പരിപാടിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ മത്സ്യ സമ്പത്ത് നമ്മുടെ നാടിൻ്റെ വലിയൊരു സമ്പത്ത് തന്നെയാണ്. ആ ഒരു പരിപാടി എന്ന് പറയുന്നത് ഇന്നിവിടെ ജനകീയ മത്സ്യകൃഷി പൊതുകുളങ്ങളിൽ മത്സ്യവിത്ത് നിക്ഷേപിച്ചുകൊണ്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഡോക്ടർ തസ്തികയിലേക്ക് നിയമനം LSGD ആർദ്രം സായാഹ്ന OP പ്രൊജക്ട് പ്രകാരം പട്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഡോക്ടർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. ഇതിനായി മാർച്ച് 9 ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് പാണഞ്ചേരി പഞ്ചായത്തിൽ ഇന്റർവ്യൂ നടത്തുന്നു. ഇതിലേക്ക് താഴെ പറയുന്ന യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. MBBS ഡിഗ്രി സർട്ടിഫിക്കറ്റ്, TCMC മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. കൂടുതൽ വിവരങ്ങൾ പട്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്ര ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ 0487228212. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ.
മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. +2 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മാർച്ച് 31 മുതൽ നീറ്റ് പരീക്ഷയുടെയും BSc നഴ്സിംഗ് കർണാടക പരീക്ഷയുടെയും എൻട്രൻസ് കോച്ചിംഗ് തികച്ചും സൗജന്യമായി നൽകുന്നു. കർണാടകയിലെ നവോദയ മെഡിക്കൽ കോളേജും തൃശൂരിലെ ലോഗോസ് അക്കാദമിയും സംയുക്തമായാണ് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്നത്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ലോഗോസ് അക്കാദമി, ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മേനോൻ റോഡ്, നായ്ക്കനാൽ, തൃശൂർ. ഫോൺ 9447063440, 9447063840. വീണ്ടും വാർത്തയിലേക്ക്. സ്വയം സഹായ സംഘങ്ങളിലൂടെ ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ചുള്ള സംസ്ഥാന ചരിത്രത്തിലെ പുതുസംരംഭമായ സുശക്തി മിഷൻ ഉദ്ഘാടനം 2026 മാർച്ച് 9 ഉച്ചയ്ക്ക് 3 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഭിന്നശേഷിക്കാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും സമഗ്ര പുനരധിവാസം ലക്ഷ്യമിടുന്ന ചരിത്ര സംരംഭമായാണ് കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാരുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ തുടക്കമാവുക. ചടങ്ങിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ തുടങ്ങിയവരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ പ്രമുഖരും ഭിന്നശേഷി മേഖലയിലെ സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കും. സ്വാശ്രയ കൂട്ടായ്മകളായാണ് സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സമഗ്ര പുനരധിവാസം ലക്ഷ്യമാക്കി സുശക്തി എന്ന പേരിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുന്നത്. കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനാണ് പ്രാരംഭ നിർവഹണ ചുമതല വഹിക്കുന്നത്. ശാരീരിക, മാനസിക, ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവരെ സമൂഹത്തിൽ സമഗ്രമായി ഉൾച്ചേർത്ത് അവരെ സാമൂഹികവും സാമ്പത്തികവും മാനസികവും കലാകായികവും സാംസ്കാരികവുമായ സ്വയം പര്യാപ്തതയിലെത്തിക്കുക എന്നതാണ് സുശക്തി വിഭാവനം ചെയ്യുന്നത്. ഭിന്നശേഷി വിഭാഗത്തിന്റെ ഉന്നമനത്തിനായുള്ള പദ്ധതികളുടെ ലക്ഷ്യപ്രാപ്തിയുടെ വേഗം വർദ്ധിപ്പിക്കുവാനും ഇത് സഹായകമാകും. ഭിന്നശേഷി സ്വയം സഹായ സംഘങ്ങളും വ്യക്തികളും നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തി ബ്രാൻഡ് ചെയ്ത് അവയുടെ വിപണന സാധ്യതകൾ മെച്ചപ്പെടുത്തുക സുശക്തിയുടെ മുഖ്യ ലക്ഷ്യമാണ്. അംഗങ്ങൾക്ക് വരുമാനദായകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള പ്രോത്സാഹനവും പിന്തുണയും സുശക്തി സ്വയം സഹായ സംഘങ്ങളിലൂടെ നൽകും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇതര ഏജൻസികൾ എന്നിവയുടെ ദാരിദ്ര്യ ലഘൂകരണ പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും തൊഴിൽ പുനരധിവാസ പദ്ധതികളും ഏറ്റെടുത്ത് സുശക്തി അംഗങ്ങൾക്ക് സ്ഥിരമായ ഉപജീവന സൗകര്യം ലഭ്യമാക്കും. കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്താണ് സുശക്തി പ്രവർത്തിക്കുക. ഉച്ചയ്ക്ക് 3 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുകയാണ്. ഭിന്നശേഷിക്കാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും സമഗ്ര പുനരധിവാസം ലക്ഷ്യമിടുന്ന ഒരു ചരിത്ര സംരംഭമായാണ് കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാരുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെടുന്നത്. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ ശ്രീ വി ശിവൻകുട്ടി, ശ്രീ GR അനിൽ എന്നിവരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ പ്രമുഖരും ഭിന്നശേഷി മേഖലയിലെ സംഘടനാ പ്രതിനിധികളും അതിൽ പങ്കെടുക്കും. കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനാണ് ഇതിൻ്റെ പ്രാരംഭഘട്ട നിർവഹണ ചുമതല വഹിക്കുന്നത്. ബൈലോ തയ്യാറാക്കുന്നതിനും പ്രാരംഭ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമെല്ലാം മുൻകൈയെടുത്തത് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനാണ്. സ്വാശ്രയ കൂട്ടായ്മകൾ രൂപീകരിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സമഗ്ര പുനരധിവാസം ലക്ഷ്യമാക്കി സുശക്തി സ്വാശ്രയ സംഘടന രൂപീകരിക്കുന്നത്. ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്നവരെ സമൂഹത്തിൽ സമഗ്രമായ വിധത്തിൽ ഉൾച്ചേർത്തുകൊണ്ട് അവരുടെ സാമൂഹികവും സാമ്പത്തികവും മാനസികവും കലാപരവും കായികപരവും സാംസ്കാരികവുമെല്ലാമായ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്നതാണ് സുശക്തിയിലൂടെ വിഭാവനം ചെയ്യുന്നത്.
വരുമാനദായകമായ തൊഴിൽ സംരംഭങ്ങളിലേക്കോ സ്വയം തൊഴിൽ സംരംഭങ്ങളിലേക്കോ അവരെ കൊണ്ടുപോകുക എന്നുള്ളത് കൂടി ഇതിൻ്റെ ലക്ഷ്യമാണ്. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം മാർച്ച് 6 സാഹിത്യ അക്കാദമി ഹാളിൽ CPIM ജില്ലാ സെക്രട്ടറി രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്യും. P. അരുണ, TG സുബിൻ, VH ബാലമുരളി, എക്സിക്യൂട്ടീവ് അംഗം KP ഗോപകുമാർ, EM സതീശൻ, VC ജയപ്രകാശ്, R. രമേശ്, VV ഹാപ്പി തുടങ്ങിയവർ പങ്കെടുക്കും. VH ബാലമുരളി സ്വാഗതവും EK സുഷീർ നന്ദിയും പറഞ്ഞു. അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് ഇന്ന് ആധുനിക മനുഷ്യർ തിരിച്ചറിയും. ഇന്നിപ്പോൾ 6ാമത്തെ ദിവസം യുദ്ധം ആരംഭിച്ചിട്ട് 6 ദിവസമാകും. 6 ദിവസമാകുമ്പോൾ അതുണ്ടാക്കിയ യുദ്ധത്തിൻ്റെ നേരിട്ടുള്ള ഇരകളോടൊപ്പം തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള മനുഷ്യർ അതിൻ്റെ കെടുതികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം ഏതെങ്കിലും ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് ഒതുങ്ങി നിൽക്കുമെന്ന് അല്ലെങ്കിൽ ഒരു സമുദ്ര മേഖലയിൽ ഒതുങ്ങി നിൽക്കുമെന്ന് കരുതാൻ കഴിയാത്ത വിധം യുദ്ധത്തിൻ്റെ വ്യാപ്തി വർദ്ധിച്ചു കഴിഞ്ഞു. നമ്മുടെ അയൽപക്കങ്ങളിലേക്ക് വരെ ഇന്ത്യ സമുദ്രത്തിൽ തന്നെ നമ്മുടെ സമുദ്രാതിർത്തിയിൽ തന്നെ ആ യുദ്ധത്തിൻ്റെ കെടുതികൾ നാം കഴിഞ്ഞ ദിവസം കണ്ടുകഴിഞ്ഞു. ഏതാണ്ട് 100ഓളം മനുഷ്യർ ഇന്ത്യ സമുദ്രത്തിലുണ്ടായ ഒരു ആക്രമണത്തിൽ അവർ ഇറാനികളായിരിക്കാം, പക്ഷേ യുദ്ധം നമ്മുടെ അയൽപക്കത്ത് എത്തിക്കഴിഞ്ഞു എന്നാണ് നമ്മളെ അത് ബോധ്യപ്പെടുന്നത്. ഇത് മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുമായി ഒരു സൗഹൃദ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഒരു സംയുക്ത നാവിക പ്രകടനത്തിന് വേണ്ടി എത്തിയ ഇറാനിയൻ നാവികരാണ് അതിൽ കൊല ചെയ്യപ്പെട്ടത്. ഒരു അതിഥിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഏത് ആതിഥേയൻ്റെയും ഉത്തരവാദിത്വമാണ്. അതാണ് പ്രാഥമികമായിട്ട് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. യുദ്ധം ആരംഭിക്കുമ്പോൾ അവർ ആവശ്യപ്പെട്ടത് ഭരണമാറ്റമാണ്, റെജിം ചേഞ്ച് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷിമൃഗാദികൾക്ക് കുളിക്കുവാനും കുടിക്കുവാനും പാത്രങ്ങൾ ഒരുക്കുവാൻ വിദ്യാർത്ഥികളെ പ്രചോദിപ്പിച്ച് സ്റ്റൈജു മാസ്റ്റർ. സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനും അസോസിയേറ്റഡ് NCC ഓഫീസറുമായ മേജർ PJ സ്റ്റൈജുവാണ് നൂതനാശയത്തിന്റെ തുടർ പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ വർഷം തൃശൂർ ജില്ലയിലെ 52ഓളം UP വിദ്യാലയങ്ങളിൽ സൗജന്യമായി പക്ഷികൾക്കായി സ്നാനപാത്രങ്ങൾ വിതരണം ചെയ്തിരുന്നു. ഈ വർഷത്തെ വിതരണോദ്ഘാടനം ചൊവ്വന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലാണ് തുടക്കം കുറിച്ചത്. പ്രധാന അധ്യാപിക ഡോക്ടർ സിസ്റ്റർ വിന്നി CS വിദ്യാർത്ഥികൾക്ക് പാത്രങ്ങൾ വിതരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. PJ സ്റ്റൈജു പദ്ധതി വിശദീകരണം നടത്തി. അധ്യാപകരായ റീന ഫ്രാൻസിസ്, ജിൻസി PV തുടങ്ങിയവർ ആശംസകൾ നേർന്നു. വിദ്യാലയത്തിലെ ഹരിത സേനാംഗങ്ങൾക്കാണ് മാസ്റ്റർ പാത്രങ്ങൾ വിതരണം ചെയ്തത്. ഹരിതസേന പ്രവർത്തനങ്ങളെക്കുറിച്ച് കുട്ടികളുമായി മാസ്റ്റർ സംവദിച്ചു. പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയോടെ സെമിനാർ സമാപിച്ചു. വിദ്യാർത്ഥികളായ അനാമിക S. നായർ, ഫാത്തിമ ഹംദ FA, ഏഞ്ചൽ CE, അമേയ PM തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വീടുകളിലെ ടാങ്കറുകളിൽ നിന്ന് ഓവർഫ്ലോ ആയി പോകുന്ന വെള്ളം പാത്രങ്ങളിൽ ശേഖരിക്കുന്ന പരിശീലനമാണ് പദ്ധതി. എല്ലാ വിദ്യാർത്ഥികൾക്കും പാത്രങ്ങൾ നൽകുന്നത് പ്രായോഗികമല്ല എന്നതുകൊണ്ടാണ് ബോധവൽക്കരണത്തിലൂടെ വിദ്യാലയത്തിലെ മറ്റു കുട്ടികളും ഈ പദ്ധതി നെഞ്ചേറ്റുമെന്ന പ്രതീക്ഷയിലാണ് മാസ്റ്റർ. വരും ദിവസങ്ങളിൽ മുല്ലശ്ശേരി, ചാവക്കാട്, വലപ്പാട് ഉപജില്ലകളിലെ വിദ്യാലയങ്ങളിൽ പാത്രങ്ങൾ വിതരണം ചെയ്യുമെന്ന് മാസ്റ്റർ പറഞ്ഞു. വിദ്യാർത്ഥികളിൽ കരുണാർദ്രമായ മനസ്സ് സൃഷ്ടിക്കുവാനാണ് ഇത്തരം പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നതെന്ന് മാസ്റ്റർ കൂട്ടിച്ചേർത്തു. തനിക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം നീക്കിവെച്ചാണ് ഇത്തരം പദ്ധതികൾക്കായി മാസ്റ്റർ പണം കണ്ടെത്തുന്നത്. നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്ന ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കും. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിനെ മൂക്കുകയറിടുവാൻ കർശന നടപടികളുമായി ഗതാഗത വകുപ്പ്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിനെ മൂക്കുകയറിടുവാൻ കർശന നടപടികളുമായി ഗതാഗത വകുപ്പ്. നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്ന ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുവാൻ സർക്കാർ ഉത്തരവിട്ടു. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ്
എൻഫോഴ്സ്മെന്റ് പരിശോധനകൾ ശക്തമാക്കുവാൻ തീരുമാനിച്ചത്. മത്സരയോട്ടം കണ്ടെത്തിയാൽ ബസ് ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. കുറ്റം ആവർത്തിക്കുന്ന പക്ഷം വാഹനത്തിന്റെ പെർമിറ്റ് സ്ഥിരമായി റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളിലേക്കാണ് സർക്കാർ കടക്കുന്നത്. ബസ് ജീവനക്കാർക്ക് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധം. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ബസ് ജീവനക്കാർക്ക് ഇനി മുതൽ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. പരിശോധനാ വേളയിൽ ജീവനക്കാർ ഇത് ഹാജരാക്കണം. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ ബസ്സുകളിൽ ജോലി ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് ഈ നീക്കം. ഇതിനു പുറമെ ബസ്സുകളിലെ സുരക്ഷാ സംവിധാനങ്ങളായ ക്യാമറ, GPS, സ്പീഡ് ഗവർണർ എന്നിവ പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തണം. ഇവയിൽ കൃത്രിമം കാണിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്താൽ കനത്ത പിഴയും നിയമ നടപടിയും നേരിടേണ്ടി വരും. മത്സരയോട്ടം തടയുവാൻ ജിയോ ഫെൻസിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നതിൽ കാലതാമസം നേരിട്ടതോടെയാണ് പെർമിറ്റ് റദ്ദാക്കൽ പോലുള്ള കടുത്ത നടപടികൾ ഉടൻ നടപ്പിലാക്കുവാൻ ഗതാഗത വകുപ്പ് തീരുമാനിച്ചത്. റോഡുകളിൽ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുവാനും പ്രത്യേകം പരിശോധനകൾ നടത്തുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന രീതിയിൽ സർവീസ് നടത്തുന്ന ബസ് ഉടമകൾക്കും ജീവനക്കാർക്കുമെതിരെ ക്രിമിനൽ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കുവാനാണ് സർക്കാരിന്റെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SSLCക്ക് പിന്നാലെ സംസ്ഥാനത്തെ +2 പരീക്ഷകൾക്ക് തുടക്കമായി. ഉല്ലൂക്കര മാതൃകാ കൃഷിഭവൻ മന്ദിരം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലാ രജിസ്ട്രേഡ് നെൽവിത്ത് ഉൽപാദക ഏകോപന സമിതി തൃശൂർ പ്രിൻസിപ്പൽ കൃഷിഭവൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടക്കാഞ്ചേരി മേഖല യുദ്ധവിരുദ്ധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. മലയാളികളുടെ അഭിമാനമായ നടൻ കലാഭവൻ മണി ഓർമ്മയായിട്ട് 10 വർഷം തികയുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.